ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇത് ഒരു സ്പെഷ്യൽ വീഡിയോയാണേ. ഇന്നലെ പൊന്നുൻ്റെ സ്കൂളിൽ ആർട്സിന് അവൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഡാൻസിൻ്റെ. ഡാണ്ടിയാണ് കേട്ടോ അവർ കളിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാത്തൊരു ഹെയർ സ്റ്റൈലായിരുന്നു കേട്ടോ. ഫ്രഞ്ച് ബണ്ണാണ് അവർ ചെയ്തത്. ഫ്രഞ്ച് ബ്രൈഡോ എനിക്കറിയില്ല, ബണ്ണ് കെട്ടാനും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വേറൊരു കുട്ടിയുടെ അമ്മ എനിക്ക് കാണിച്ചു തന്ന് അപ്പം തന്നെ അതുപോലെ തന്നെ ചെയ്തിട്ടാ. അങ്ങനെ കുറച്ച് പിള്ളേരുടെയൊക്കെ മുടി കെട്ടിക്കൊടുത്തു, കുറച്ച് അവരെ ഡ്രസ്സ് ചെയ്യാനും ഓർണമെൻറ്റ്സ് ഇടാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടാ. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാനും ഇഷ്ടമാണ്. പക്ഷേ കളിക്കാറില്ല, കളിക്കാനോട്ട് അറിയാനും പാടില്ല കേട്ടോ. ഇവളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് ആയിരുന്നേ, ആദ്യം മുതൽ അവസാനം വരെ. അപ്പോൾ ആ സമയത്ത് സാധാരണ ഇങ്ങനെ ടി വി കാണരുത്, ബുക്ക് വായിക്കരുത് എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ ബെഡ്റൂമിൽ നിന്ന് എൻ്റെ കട്ടിൽ കിടക്കുന്ന ആ ഒരു വശം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹാളിലിരിക്കുന്ന ടി വി എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കിടന്നുകൊണ്ട് മറ്റേ മാധുരി ദീക്ഷിതിൻ്റെ ജലക് ദിഗ്ലാജ എന്നുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്, റിയാലിറ്റി ഷോ. ഞാനത് ഫുൾ കാണുമായിരുന്നു കേട്ടോ. അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവള് ഡാൻസ് പഠിക്കുന്ന ഒരു കൊച്ചാകണേ, ഡാൻസ് കളിക്കുന്ന ഒരു കൊച്ചാകണേ എന്നൊക്കെ. അങ്ങനെ സ്കൂളിൽ ഇവളെ ക്ലാസിക്കലിന് ചേർത്തായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തമായിട്ട് കുഞ്ഞിലെ കോറിയോഗ്രാഫിയൊക്കെ ചെയ്ത് തന്നെയൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും കോമ്പറ്റീഷന് ചേരാറുണ്ട്, സിംഗിളിനും ചേരാറുണ്ട്. ഇപ്രാവശ്യം ഇപ്പോൾ 1-2 വർഷമായിട്ട് സിംഗിളിന് അവൾ ചേരണില്ല, ഗ്രൂപ്പിലാണ് ചേരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഈ ഇഷ്ടം അവളിലൂടെ സാധിച്ചു കിട്ടുമ്പം ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ജീവിതത്തിൽ ആകെ ഞാൻ കളിച്ചിട്ടുള്ളത് ഒരു തിരുവാതിരയാണ് കേട്ടോ. പിന്നെ എന്തോ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിലും മുമ്പിൽ തന്നെ പൊക്കം കുറവായതുകൊണ്ട് നിർത്തുകയും ചെയ്യും, അവിടെ നിന്നോട്ട് തെറ്റിച്ച് നാണം കെടുകയും ചെയ്യും. അതിൻ്റെയൊക്കെ ഒരു നഷ്ടബോധവും സങ്കടവും തീർക്കേണ്ടത് പൊന്നുവാണേ.